നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി തിരിച്ചടിയല്ലെന്ന് മേയർ വി രാജേഷ്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു പല ദൈവങ്ങളുടെ പേരിലും പലരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പരാതിയുമായി പോയിട്ടില്ലെന്നും മേയർ പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയല്ല. കോടതി ഒരു നിരീക്ഷണം നടത്തി വിധി പറഞ്ഞിരിക്കുന്നു. വിധി കൗൺസിലർമാർ അനുസരിക്കും. മുൻപ് പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പരാതിയുമായി പോയിട്ടില്ല. കോടതി വിധികളെ എപ്പോഴും അനുസരിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. പരാതി നൽകിയവർ മറ്റു പലതും കേട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 24 മണിക്കൂറിനകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഭരണസമിതി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും, വി രാജേഷ് പറഞ്ഞു. വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞയടക്കം നടക്കുമെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. 4 ആഴ്ച സമയമുണ്ട്. കൗൺസിലർമാർ അയോഗ്യരാണ് എന്ന് വിധിയിലില്ല. സത്യപ്രതിജ്ഞ വീണ്ടും നടത്തണമെന്നു മാത്രമാണുള്ളത്. 29-ന് കൗൺസിൽ യോഗം ചേരും. മറ്റു ചിലർ കൂടി പല ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വിധി 101 പേർക്കും ബാധകമാണ്. അവരുടെ കാര്യത്തിൽ കൂടി നിയമവശം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.